ജനങ്ങളിൽ നിന്ന് പിരിക്കാനുള്ള സർചാർജ് കൂട്ടിക്കാണിച്ച് കെ.എസ്.ഇ.ബി. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് കണക്ക് കൊടുത്തു. കെ.എസ്.ഇ.ബിയുടെ കള്ളക്കളി റെഗുലേറ്ററി കമ്മീഷൻ കയ്യോടെ പിടികൂടി. കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഈ വർഷം മാർച്ച് വരെയുള്ള കണക്കിലാണ് കെ.എസ്.ഇ.ബി. തെറ്റായ വിവരം സമർപ്പിച്ചത്. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയത് വഴിയുണ്ടാകുന്ന അധിക ചെലവാണ് ഓരോ മാസവും ഇന്ധന സർചാർജായി കെ.എസ്.ഇ.ബി. ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്നത്. യൂണിറ്റിന് 10 പൈസ വരെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിയില്ലാതെ കെ.എസ്.ഇ.ബിക്ക് ഈടാക്കാം. എന്നാൽ അതിനു മുകളിൽ പിരിക്കണമെങ്കിൽ റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി വേണം. ജനങ്ങളെ എത്ര പിഴിഞ്ഞാലും കെ.എസ്.ഇ.ബി. പറയുന്നത് നഷ്ടം തീർന്നില്ലെന്നാണ്. ഒക്ടോബർ മുതൽ മാർച്ച് വരെ സർചാർജ് പിരിച്ചിട്ടും പിന്നെയും 46.5 കോടി രൂപ നഷ്ടമെന്നാണ് കെ.എസ്.ഇ.ബിയുടെ കണക്ക്. ഇത് നികത്താൻ യൂണിറ്റിന് 23 പൈസ വെച്ച് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കണമെന്നുള്ള അപേക്ഷയാണ് റെഗുലേറ്ററി കമ്മീഷന് കെ.എസ്.ഇ.ബി. സമർപ്പിച്ചത്. എന്നാൽ ഈ മാസം 11-ന് അപേക്ഷ പരിഗണിച്ച റെഗുലേറ്ററി കമ്മീഷൻ കെ.എസ്.ഇ.ബി. സമർപ്പിച്ച കണക്കിലെ പിശക് ചൂണ്ടിക്കാട്ടി. കമ്മീഷന്റെ കണ്ടെത്തലിൽ ഇനി പിരിച്ചെടുക്കാനുള്ളത് 38 കോടി മാത്രമെന്നാണ് കണക്ക്. ഇതിന് മാസം പിരിക്കേണ്ടത് യൂണിറ്റിന് 18 പൈസ അല്ലേ എന്നും കമ്മീഷൻ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു. തെറ്റുബോധ്യമായ ഉദ്യോഗസ്ഥരോട് വീണ്ടും കണക്ക് സമർപ്പിക്കാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞ് കമ്മീഷൻ ഇത് പരിഗണിക്കും. കെ.എസ്.ഇ.ബി. ആവശ്യപ്പെടുന്നത്ര സർചാർജ് പിരിക്കാൻ കമ്മീഷൻ അനുമതി നൽകില്ലെന്നാണ് സൂചന. ആർ.ബി. സനു, മീഡിയ 1, തിരുവനന്തപുരം.